ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫാൻ. ഇപ്പോൾ ഞാൻ ഉക്കടത്തുണ്ടോ കോയമ്പത്തൂർ. അവിടെ നിന്ന് എങ്ങനെ നമുക്ക് ബസ് പിടിച്ച് HNSക്ക് പോകാൻ നോക്കാം. ബാക്കിൽ കണ്ടോ ഫുള്ള് ആൾക്കാർ ബസ് കാത്ത് കേട്ടോ. ഉക്കടം ബസ് സ്റ്റാൻഡുള്ളത് അപ്പുറത്താണ്. അപ്പോൾ നേരെ എന്ത് ചെയ്താൽ മതി, നേരെ ഗൂഗിൾ മാപ്പ് കൊടുക്കുക, തൊട്ടിപ്പാളയം പിരിവിട്ടോ. അത് കണ്ട കറക്റ്റ് സ്പെല്ലിങ് ഇത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ബസ് റൂട്ട് നമുക്ക് കറക്റ്റ് കാണും. ഇനി നമുക്ക് ആ ബസ് നോക്കിയാൽ നമ്പർ 10 ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബസ് കൂടെ പോകുന്നുണ്ട് നോക്കുക, അതിൽ ചാടി കയറാം. അത്രയുള്ള പരിപാടി. 90 10 ഇയർ ബസ്സൊക്കെയാണ് ഇവിടുന്ന് നമുക്ക് തൊട്ടിപ്പാളയം പിരിവുകൾ കേട്ടോ. അപ്പോൾ അതിന് കാത്തിക്കാണ് ബസ് നമ്പർ ഓരോരോ ബസ്സിൻ്റെ നമ്പർ 3 ആണ്. അവിടെ 4 നമ്പർ ബസ്സാണ്. പിന്നെ ആ ബസ് എല്ലാ ബസ്സിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്പർ ഉണ്ടാക്കാം. പിന്നെ ബസ് കൊണ്ടുകൊണ്ടേയിരിക്കും. ഉക്കടം മാർക്കറ്റ് അല്ല, ഉക്കടം ബസ് സ്റ്റാൻഡ് അവിടെ കേട്ടോ. ആ കാണുന്ന ബസ് സ്റ്റാൻഡ് അവിടെ നിന്നാണ് ബസ്സൊക്കെ വരിക. അപ്പോൾ നമ്മൾ അവിടത്തും പോയി നിൽക്കണമെന്നില്ല, ഇവിടെ നിന്നാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ നേരെ ബസ് വരും. ഇനി നേരെ HNS കിട്ടും. 90 ബസ്. അപ്പോൾ 90 ഇവിടുന്ന് ഉക്കടത്തുനിന്ന് കയറാൻ ബസ്സാണ്. ആ ബസ്സിൽ 90. അത് നമ്മുടെ മാപ്പിൽ കാണും. മാപ്പിൽ കാണുന്ന ടൈം കറക്റ്റല്ല. ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇടുക്കത്തെ ട്രാഫിക് കേട്ടോ എല്ലായിടത്തും. ഞാൻ ഇപ്പോൾ വെള്ളാമ്പറന്ന് കയറിയപ്പോൾ ബസ് അതും ട്രാഫിക്ക്. പിന്നെ കോയമ്പത്തൂർക്ക് പാലക്കാട് നിന്ന് പോകുന്നൊക്കെ നിന്ന ഫുള്ള് പോകുന്നത് നല്ല തിരക്കാണ്. തിങ്കളാഴ്ച ആയിട്ടാണ് അറിയില്ല, ബസ് കിട്ടാനും പറ്റും. ഏതായാലും ഇപ്പോൾ പറഞ്ഞ പോലെ ഉക്കടത്തുനിന്ന് 90 ബസ്സിലാണ് കയറി കേട്ടോ. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുക്കുക. ജസ്റ്റ് നമ്മളെ പോണ ലൊക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഏത് നമ്പർ വണ്ടിയാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിൽ പോരാ. പിന്നെ ഗാന്ധിപുരത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 ബസ് 20 ബസ്സിലാണ് നേരെ പോലെ തൊട്ടിപ്പാളയപ്പേര് പറഞ്ഞാൽ മതി കേട്ടോ. പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ എയർപോർട്ട് റോഡ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും റൂട്ട്. തൊട്ടിപ്പാളയപ്പേര് എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. ഏതായാലും വന്നതാ അവിടെ ഇറങ്ങി നമ്മളെ HNS കണ്ടോ. പിന്നെ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. നമ്മളെ ഷിയാബ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിട്ടില്ല വന്നപ്പോൾ. അപ്പോൾ ഓന് ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇനി മുടി വെച്ചോണ്ടല്ല കേട്ടോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഓനെന്തോ ഊരൊക്കെ ഒന്ന് ചെറിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് അതിൻ്റെ പ്രശ്നം ഇനി. അപ്പോൾ അതുകൊണ്ട് ഓൻ ഇന്ന് വരുന്നുണ്ട്. ഓൻ്റെ PRP ആണ്. അപ്പോൾ അവനെ കാണണം. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു സുഖമാണ്, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പരിചയമുള്ളൂ. അപ്പോൾ അത് കാണാമല്ലോ. പിന്നെ അതേമാതിരി നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഒരാളെ റിവ്യൂ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും കാര്യമൊക്കെ ചാൻസ് ഉണ്ടോയെന്ന് കൂടി നോക്കണം. ആ ഉദ്ദേശം വന്ന് ഷിയാബ് എത്തിയിട്ടില്ല, ഓന് വരുന്നുള്ളൂ. ട്രെയിൻ കയറാം. അപ്പോൾ ഞാനേതായാലും അവിടെ പൊടിയും പിടിച്ച് ബസ് സ്റ്റാൻഡിൽ കാത്തിക്കണ്ടല്ലോ പറഞ്ഞിട്ട് ഇവിടെ അതിനുള്ള കാര്യം കുത്തിരക്കാലം. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരേ കയറാം. വന്നിട്ട് ചങ്ങായി സമയം കണ്ടോ 12 മണിയായി. എവിടെയും ഞാൻ രാവിലെ സുബൈക്ക് പോകുന്നു. ഞാനിത് രാവിലെ ട്രെയിനിലാണ് കയറിയത്. നന്നായി. പിന്നെ ചെക്കപ്പൂരി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓൻ്റെ അനുഭവമൊക്കെ ഉണ്ട് അല്ലേ? 2 വീഡിയോ ഇട്ടില്ലേ? 3 വീഡിയോ 3 വീഡിയോ കയറിയാണ് ഓൻ്റെ 6 മാസത്തെ അനുഭവം മുതൽ തുടങ്ങിയാണ്. അപ്പോൾ അത് കൂടി കണ്ടുപോയിട്ടോ. ജെന്യൂനായിട്ടുള്ള റിവ്യൂ സെറ്റായി. സൈഡൊക്കെ ഒരു ചുള്ളനായി നമ്മൾ മാത്രം. പക്ഷെ അത് നമ്മൾ സെറ്റാക്കുന്നുണ്ട്. സെറ്റാക്കണം. നമുക്കത് PRP അല്ലേ? PRP കഴിഞ്ഞ മാസത്തിൽ ഇല്ലല്ലോ, ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം ട്രെയിനിൽ. അപ്പോൾ 2 മാസമായിട്ട് ഞങ്ങൾ കണ്ടിട്ട് 2 മാസത്തിൻ്റെ റിസൾട്ട് നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷിയാബിൻ്റെ 7 മാസം റിസൾട്ട്. 2 വെച്ച് ചെയ്യുന്നത്. നമ്മളത് എയർലൈനൊക്കെ സെറ്റായി നല്ല അടിപൊളിയാണ്. നമുക്ക് കുരുകുരൊന്നും ഇല്ല വന്നിട്ടില്ല. കുരുവിനൊന്നും വന്നിട്ടില്ല. എനിക്കിടയ്ക്ക് ഒരു കുരുകുരുണ്ട്. വെള്ളം കുടിയിൽ കുറവിലാണെങ്കിൽ കുരു വരുന്നില്ല. നല്ല മുടിയല്ലേ? എൻ്റെ പിന്നെ വേറെ മച്ചാൻ കണ്ടെത്താൻ കയറും. നല്ല മുടി വേറിട്ട് അറിയണില്ല. ബാക്ക് മുന്നും ചെയ്തതൊക്കെ ചെയ്യാത്തത് നല്ല കണ്ടാൽ മനസ്സിലാവും. എൻ്റെ കുറച്ച് മനസ്സിലാവുന്നുണ്ട്. നോക്കിക്കാം, എൻ്റെ മുടി ഇങ്ങനെ കണ്ടല്ലോ. ഇവിടെ കുറച്ച് ഇതായിക്കണില്ല. പക്ഷെ അങ്ങനെ ഇല്ല. അത് നേരെ ഇത് സ്ട്രൈറ്റ് മുടിയുണ്ട് അല്ലേ? ഇത് സ്ട്രൈറ്റ് അല്ലല്ലോ. അത് ചുരുണ്ട് വരുന്ന മുടി. അങ്ങനത്തെ ഒരു മാറ്റമുള്ളൂ. അതിന് കട്ട് ചെയ്യുമ്പോൾ റെഡി ആവുന്നുണ്ട്. കാരണം കുറേ ആൾക്കാരുണ്ട് ഇവിടെ ചെയ്തോളൂ. ഓരൊക്കെ അതേപോലെ സെറ്റ് ചെയ്യുന്നു. ഇത് പരിമാരി അതിന് കട്ട് ചെയ്തിട്ടില്ല നേരെ വെച്ചിട്ട്. അപ്പോൾ അതാണ് ഓൻ്റെ റിവ്യൂ. ഇൻ്റർവ്യൂ. അപ്പോൾ PRP എടുക്കാമെന്ന്. ഞാൻ അതേമാതിരി ഞാൻ ആരെങ്കിലും ഒരു റിവ്യൂ ഇട്ടുമ്പോൾ കുറേ ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ അതുകൂടി മാറ്റാൻ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ട് ചോദിച്ചാൽ അതൊന്ന് ഞാൻ വന്നിട്ടുണ്ട് ഷിയാബിൻ്റെ ക്യാമറമാൻ ആയിട്ടുണ്ട്. ഷിയാബ് എന്നാൻ്റെ ക്യാമറമാനാണ്. ഓൻ്റെ ഫോണിൽ നമ്മൾ ഓന് ബ്ലഡ് എടുക്കുന്നൊക്കെ വീഡിയോ എടുക്കണം പറഞ്ഞു. അപ്പോൾ ഓൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ വരും നോക്കിക്കൊണ്ട്. എൻ്റെ കുറേ വീഡിയോ എടുത്ത് പോയിക്കണം അങ്ങനെ ഇടലാവും. നമുക്ക് മുടി ഇവിടെ ചെറിയ പ്രശ്നമാണ്. അത് ഞാൻ കണ്ടോ ഇടുത്ത പാട് കണ്ടാണ്. കാരണം എന്തെങ്കിലോ അന്ന് മര്യാദക്കനോട് പറഞ്ഞാൽ താടിമൂന്ന് എടുക്കുക. അന്ന് ചെന്ന് ഡയലോഗ് അടിച്ചില്ല, താടിമൂന്ന് എടുക്കണ്ട, എനിക്ക് മുടിമൂന്ന് എടുത്താൽ മതി പറഞ്ഞു.
നമ്മൾ താടിമ നിർത്തി നമ്മളൊക്കെ എന്താ ഫിനിഷിങ് പറഞ്ഞേ കേൾക്കൂല ഇന്നത്തെ കാട്ടിൽ അതാണ് വീഡിയോ ഐ കരയിലാ അങ്ങനെ ഇങ്ങനെ എടുക്കല് വീഡിയോ നേരെ തിരിച്ചെടുക്കല് ഇങ്ങനെ ഓടിക്കൽ വീഡിയോ എടുക്കുമ്പോൾ ക്യാബ് ഇതുവരെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ എടുത്തത് അപ്പോൾ പറയാം ബാക്ക് ക്യാമറ എടുത്തോ ബാക്ക് ക്യാമറ പിടിച്ച് പഠിക്കട്ടെ കട്ട പോയതാ കുറച്ചുകൂടി കിക്കാണ് ആ ക്യാമറൻ്റെ ഫേസ് ചെയ്യുന്ന കറക്റ്റാക്കിയാൽ മതി അല്ല ഇപ്പോൾ ഫുൾ സൂമായി കിടക്കാം ആ ഇപ്പോൾ കറക്റ്റാ ഷിയാബിൻ്റെ വീഡിയോ ഇട്ടത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹായ് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ട് ഇനി ഈ ചങ്ങായി എന്നെ പിടിച്ചാണ്ട് മൊത്തം വീഡിയോ എടുത്ത് വന്നിരിക്കുന്നുണ്ട് ഓൻ്റെ ഇതിലും കാണാം എൻ്റെ ഫുള്ളുണ്ട് സംഭവം ചോര എടുത്ത് വീഡിയോ എടുത്ത് വരട്ടെ അപ്പോൾ ഇതിന് ആരാരെയും കുട്ടോക്കാം മാഡം ഇപ്പൊ ഇവിടെ പോയുണ്ട് മാഡത്തോട് ചോദിച്ചോട് ആരെങ്കിലും ഇന്റർവ്യൂ കിട്ടിയാല് കോസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ അതിന് പകരം നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് വെക്കുക, ഉറക്കം ശരിയാക്കുക, അവിടുത്തെ വെള്ളം കുടിക്കാനുള്ള ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ച് തല നനയ്ക്കുക, ഇങ്ങനെ സോൾട്ട് വാട്ടറിൽ ഹാർഡ് വാട്ടറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാണെങ്കിൽ നമുക്ക് PRPGC എടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ഇത് ഷിയാബിന് കൊടുത്ത ഉപദേശം കേട്ടോ. ഷിയാബ് ഗൾഫിൽ പോവാണ് മറ്റന്നാളെ. അപ്പോൾ ഓനെ ഗൾഫിൽ പോയാൽ എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെയാണ് പറഞ്ഞ്. അപ്പോൾ അതാണ് ഞമ്മക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ വേണം ഞാൻ മുടി വെച്ചിട്ടേ ഈ ഫ്രണ്ട് ലൈന് മാത്രം മാക്സാണ്. ഇപ്പോൾ ഷിയാബിൻ്റെ ഒന്നും നമുക്ക് ഒരേപോലെ ഉള്ളത് ഏകദേശം ചുരുട്ടിട്ടാണ് ബാക്ക്. എൻ്റെ മൊത്തത്തിലുള്ള മുടി സ്ട്രൈറ്റ് ആണല്ലോ. ഈ മുടി ചുരുട്ടിട്ടുള്ളത്. അപ്പോൾ എണ്ണ വെക്കുകയാണെങ്കിലും വെള്ളം ചില വൃത്തിക്ക് വെക്കുന്നുണ്ട്. അല്ലാതെ ഡ്രൈ ആയിരിക്കുമ്പോൾ അത് ഞങ്ങൾ റെഡി ആവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കുന്ന മുടി നമുക്ക് ബാക്കിലുള്ള ഡോണർ ഭയങ്കര തിക്കായിട്ടുള്ള മുടിയാണ്. അതെടുത്ത് മാറ്റി ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ചുരുണ്ടതുപോലേക്ക് ആദ്യം വളരുള്ളൂ. പക്ഷെ അത് കുറച്ച് നാളാകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഏത് ഡയറക്ഷനിലോട്ട് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിലേക്ക് അങ്ങനെ സെറ്റ് ആയിട്ട് വരും. അതെ അതെ. പിന്നെ അതേപോലെ ഇവിടെ EMI ഉണ്ടെന്ന് പറയാം. ചോദിക്കാൻ പറ്റുന്നത് കുറെ ആൾക്കാർ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാം. ഇവിടെ EMI ഉണ്ട്. അതിന് 0% ഇൻട്രസ്റ്റ് ആണ്. ഡൗൺ പേയ്മെന്റ് ഒന്നും വരത്തില്ല. നമുക്ക് പ്രോസസിങ് ഫീ മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മൾ എത്ര EMI എലിജിബിൾ ആവും എന്നുള്ളത് നമ്മുടെ ഫോണിൽ കൂടി വരുന്ന മെസ്സേജും കാര്യങ്ങളും വരും. നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ട് സേവ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിന് റിംഗ് ഒന്ന് അയച്ചു തരും. അപ്പൊ പേഷ്യന്റ് അവരുടെ മൊബൈലിൽ തന്നെ ഇരുന്ന് അത് എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് എത്ര എലിജിബിൾ ആയിട്ട് വരുന്നു, അതിന്റെ മന്ത്ലി EMI എത്ര പേ ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ മൊബൈലിലേക്ക് വരുള്ളൂ. അതെ. പിന്നെ അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കുറെ പേര് നമുക്ക് മെസ്സേജ് ഗൾഫിൽ നിന്നാണ്. നാട്ടിലെ ആളുകൾ കൂടുതൽ ഗൾഫിലാണ്. അതിന് ഗൾഫിലത്തെ കാശിന്റെ വരും. എനിക്കൊക്കെ അവിടെ പോയതിനു ശേഷം മുടി കൊഴിഞ്ഞു. അതെ, അവിടുത്തെ അതൊരു വെള്ളമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ ലീവിനൊക്കെ വരുന്ന ആൾക്കാർ കുറെ ഒക്കെ മെസ്സേജ് 1 month ലീവ് ഉള്ളൂ അല്ലെങ്കിൽ 15 ദിവസം ലീവ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നവര് മിലിറ്ററി വർക്ക് ചെയ്യുന്നവരൊക്കെ അവർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമ്മുടെ ഇവിടെ ആർമിയിലുള്ളവരും പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നമ്മുടെ സർവീസസ് ഉള്ളവരും പിന്നെ ഫോറിനർക്കാണെങ്കിൽ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് ആണ്. കാരണം അവർക്ക് ലീവ് വളരെ ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അന്ന് അവർക്ക് ഏത് ഡേറ്റ ചൂസ് ചെയ്യുന്നു അത് നമുക്ക് ഡയറക്റ്റ് പ്രയോറിറ്റി തരും. പക്ഷെ ഒരു 5 ദിവസം മുമ്പേ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഗൾഫിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ അതിന് 2-3 ദിവസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് റെഡിയാക്കാം. നമുക്ക് 2 days ഇവിടെ ഹോസ്പിറ്റലും പിന്നെ ഒരാഴ്ച വീട്ടിൽ റെസ്റ്റ്. അപ്പോൾ ടോട്ടൽ 9-10 days ഉണ്ടെങ്കിൽ മതി. 11 വർക്ക് ചെയ്യാൻ പോകും. കഴിഞ്ഞ മാസം നമ്മള് GST ഈ മാസം മുതൽ വേറെ എന്തെങ്കിലും ഓഫർ? ഈ മാസം ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. February 1 തീയതി March 31 വരെ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർക്ക് ആദ്യത്തെ 6 ബയോട്ടിൻ PRP ഫ്രീ ആണ്. 6 മാസമായിപ്പോലെ നമുക്ക് 3 മാസം നമുക്ക് 3 മാസം കിട്ടും. ഇപ്പൊ 6 മാസം ഇപ്പൊ 6 മാസത്തിന്റെ ബയോട്ടിൻ PRP ഫ്രീ ആണ്. അപ്പൊ എക്സ്ട്രാ ചെലവൊന്നും വരുന്നില്ല. കാരണം നമ്മളിപ്പോ 6 മാസം PRP ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ കൂടായി വരുന്നില്ല. EMI സ്കീമിൻ്റെ ഇതായിട്ടുണ്ടോ കെയർനോ പ്ലെയർ സേവിങ് സീറോ കോസ്റ്റ് ചിന്നസിന്ന് ഇറങ്ങി ഗൈസ്. ഷിയാബിൻ്റെ ബ്രദർ ഉണ്ടോ എൻ്റെ വീടൊക്കെ ഓൻ്റെ ചാനൽ വരുന്നുണ്ട്. എനിക്ക് തരുന്നില്ല, അത് സെപ്പറേറ്റ് പോയി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇവന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലേ, ഞാൻ എനിക്ക് വലിയ എന്താ പറയുക അസുഖം എന്നൊക്കെ പറഞ്ഞു മുടി വെച്ചിട്ടുണ്ടല്ലോ. ഓന് ഊരൊക്കെ എന്തോ പ്രശ്നം കേട്ടോ. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഗൾഫ് പോണതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയില്ലെങ്കിൽ അവിടെ പോയാൽ എന്തൊക്കെ ചെയ്യണത് ഇനിയിപ്പോൾ ഇവനെ കാണലെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ പോയി വന്നിട്ട് ഡെയിലി വീഡിയോ കോൾ ഇല്ലേ? പിന്നെ അല്ല, ഞാൻ പോയെന്നൊരു വരുമോ
പെട്ടെന്ന് പോയാണ്ട് വരും വെച്ചാൽ അങ്ങനെ വരില്ല. അപ്പൊ ഏതായാലും നല്ല വെയിലട്ടോ. സമയം 2:15 സമയം. രാവിലത്തെ ഫുഡ് കഴിച്ചു. ഞാൻ ഇഡ്ഡലി കഴിച്ചു. എന്താ ഞാൻ വട കഴിച്ചു രാവിലെ. ഇനിയിപ്പോ ഇവിടെ ഒരു പൊറോട്ടയും കഴിച്ച്. അതാ നല്ലത്, വേറൊരു ഫുഡ് നല്ലല്ല. അപ്പൊ ഏതായാലും ഒരു സാധനം മറന്ന് ഞാൻ വരാം. നിങ്ങളോട് ചങ്ങായി ഒരു സബ്സ്ക്രൈബർ ഇതേമാതിരി ബയോട്ടിൻ ടാബ്ലറ്റ് വാങ്ങാൻ പറഞ്ഞു. അത് വാങ്ങാൻ മറന്നു. അത് വാങ്ങിയാലോ അവിടെ വെയിലല്ലേ. സബ്സ്ക്രൈബർ നമ്മോട് മെസ്സേജ് അയച്ചിരുന്നു പോവാണെങ്കിൽ ബയോട്ടിൻ ടാബ്ലറ്റ് വാങ്ങിയിട്ട് ചോദിച്ചു. അപ്പോൾ ബയോട്ടിൻ ടാബ്ലറ്റ് ഒരു മാസത്തിന് 500 റുപ്യ ഇട്ടായിരുന്നു. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ ഗൂഗിൾ പേ ഏൽപ്പിച്ച് പൈസ ഞാൻ വാങ്ങാൻ മറന്നു. വാങ്ങിയിട്ട് ഞാൻ പൊട്ടി ഓന് കൊറിയർ ചെയ്ത് വെച്ചോ. ഏതായാലും ഒന്നും പാടെ പോയിട്ട് അത് വാങ്ങിയിട്ട് വരാം. അത് രസമുണ്ട്. ഓല തന്നെ കൊറിയർ ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ വാങ്ങിക്കൊണ്ടോണ്ട ആവശ്യമില്ല. അപ്പോൾ ഓനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് കൊറിയർ ചെയ്യണ്ടായിരുന്നു. 2 മാസത്തിന് 1000 റുപ്യയായി. പിന്നെ കൊറിയറിന് ഒരു 100 റുപ്യ. അങ്ങനെ 1100 റുപ്യ ഓൻ്റെ അഡ്രസ്സ് ഓൾക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നു. ഇനി ഓല അയച്ചു കൊടുക്കും. ഞാൻ കൊണ്ടുപോയി കൊറിയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബയോട്ടിൻ ടാബ്ലറ്റ് വേണമെങ്കിൽ വിളിച്ചോളിട്ടോ. ഇവിടെ നമ്പർ ആയിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ കൊറിയറും ചെയ്തു തരും. പക്ഷേ ടാബ്ലറ്റ് നെയിം മാറിയിട്ടുണ്ട്. കണ്ടൻറ്റ് സെയിം ആണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്ന് വിളിച്ച് സെൻസ്യൂഡി പറഞ്ഞിട്ടൊരു ടാബ്ലറ്റിന്. ഇപ്പോൾ അത് മാറിയാണ്ട് വേറെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, സാധനം സെയിം തന്നെയാണ്. ഓന് റെയിൽവേയിലാണ്. റെയിൽവേയിൽ ഇറങ്ങിയിട്ടോ. നമുക്ക് നേരെ ഉക്കടം പോകണം. ഉക്കടത്താണ് ഈ ബസ്സുള്ളത്. അപ്പോൾ ഇങ്ങനെ എന്താ കാണാറില്ല. ഗൾഫിൽ പോകണം. അങ്ങനെ വെള്ളാമ്പറ മെട്രായിട്ടോ. വൈകുന്നേരം പോയിട്ട് ഇനി വീട്ടിൽ പോകണം. കസിൻസ് അവിടെ വരാനാണ്. ബസ് സ്റ്റാൻഡിൽ എടുക്കണം. മഞ്ചേരി ബസ് സ്റ്റാൻഡ് അവിടെ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയാലോ ഇങ്ങനെ ആലോചിക്കല്ല ആവശ്യം തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പേടിയുള്ളവർക്ക് അതേപോലെ തന്നെ ചെയ്തുപോലെ അനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ അത് വെച്ചല്ലോ. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ എടുത്തിന്. ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഉണ്ട്. ആകെ 5 ആളുള്ളൂ. ആ വാട്സപ്പ് ഗ്രൂപ്പ് ആകുമ്പോൾ കുറേ ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ടെലഗ്രാം ആകുമ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ഇതാ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കാം ടെലഗ്രാം ചാനൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കയറാം. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ കേട്ടോ. ഏതായാലും ഞാൻ പോട്ടെ പോലെ കാട്ടുന്നു. പോലെ അവിടെ ഉണ്ടാവും. കുഞ്ഞിപ്പി പ്രാവശ്യമോന് വരാമെന്ന് പറഞ്ഞത് ഇതുവരെ എത്തിയില്ല. എവിടെയാണാവോ അവൻ ലോ പോസ്റ്റാക്കൽ പതിവാണ്, സ്വാഭാവികം. അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ബസ് വരും. അതിൽ പോയാൽ തിരിഞ്ഞു വരുന്നില്ലേ. ഏതായാലും പിന്നൊരു കാര്യം ഇങ്ങനെ പോന്നപ്പോണ്ടല്ലോ. അപ്പോൾ ബസ്സിലിരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് മുടി ഇങ്ങനെ പാറണേ. ഇങ്ങനെ ആലോചിച്ച് പഴയ കഥയും പണ്ട് ഇതേമാതിരി മുടി പാറണ ഏറ്റവും വലിയ പ്രശ്നം ഈ ബീച്ച് പോയിക്കുന്നത്. ബസ് പോകുമ്പോഴൊക്കെ വലിയ ചോറയാണ് ഉൾപ്പെടാക്കി. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ കുത്തുന്നത് അത്രേ ഉള്ളൂ. വേറെയില്ല. ഓരോ അധികം വന്നിരിക്കണോ. എവിടെ നീ കൂടെ പോന്നു ചെയ്യ്. ക്യാമറ പറ്റിച്ച് വരിക. പോലതാ ഞങ്ങൾ പോയിട്ടോ. കുഞ്ഞിപ്പല്ല എന്നാ ശരി ഞാൻ പോട്ടെ. അപ്പോൾ നോക്കാം. വീഡിയോ കൂടെ കയ്യാണ്. കാര്യത്തിൽ പറയാനൊന്നുമില്ല. ബൈ ബൈ. കടന്നുറങ്ങട്ടെ.